ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എംകോഡ്. എംകോഡിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് പൈത്തണിൽ എന്തെല്ലാം ഓപ്പറേറ്റേഴ്സ് ആണുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ആദ്യം തന്നെ എന്താണ് ഓപ്പറേറ്റേഴ്സ്? ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്? ഓപ്പറേറ്റേഴ്സ് ആർ ദ കീവേഡ് ഓർ സ്പെഷ്യൽ സിമ്പിൾ ടു പെർഫോം സർട്ടൻ ഓപ്പറേഷൻ ഓൺ വേരിയബിൾസ്. ഒരു വേരിയബിൾസിന്റെ പുറത്ത് ഒരു ഓപ്പറേഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പിളിനെയോ കീവേഡിനെയോ ആണ് നമ്മൾ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്തെല്ലാം ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്. നമുക്ക് ബേസിക്കലി അറിയാവുന്ന കുറേ ഓപ്പറേറ്റേഴ്സ് ഉണ്ടല്ലേ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിന്റെ ശേഷം നമുക്ക് അത് ഓരോന്നും എന്തെല്ലാം നോക്കാം. നമുക്ക് ആദ്യമായിട്ടുള്ളത് നമുക്ക് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ്. നമുക്കറിയാം അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആയിട്ടുള്ള എന്തൊക്കെയാണെങ്കിൽ പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്, സ്റ്റാർ എന്ന് പറയുന്ന ഇൻഡു ഉണ്ട്, ഡിവിഷൻ ഉണ്ട്, ഫ്ലോർ ഡിവിഷൻ ഉണ്ട്. ഇതൊക്കെ ഇതെന്താണെന്ന് പതിയെ പഠിക്കും. ദെൻ മോഡുലസ് ഉണ്ട്. ഇതിനാണ് എക്സ്പൊണൻഷ്യൽ എന്ന് പറയുന്നത്. പിന്നെ അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്, കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സ്. ഇത്രയും ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്. നമുക്ക് ഓരോന്നും നമുക്ക് തിയറിയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ഡയറക്റ്റ്ലി നമുക്ക് ഓരോന്നും എന്താ നോക്കാം. ആദ്യം തന്നെ നമുക്ക് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോഗ്രാം. നമുക്ക് ഇവിടെ ഒരു ഹാഷ് ഇട്ടിട്ട് നേരെ നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. എന്താണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്? നമുക്കറിയാം അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആയിട്ടുള്ള ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അറിയാം പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്. ഓരോന്നും നമുക്ക് എന്താ നോക്കാം. സിമ്പിൾ ആയിട്ട് ആദ്യം പ്ലസ് എന്താണ്? പ്ലസ് നമ്മൾ മാത്തമാറ്റിക്സിൽ എന്തിനാണ് പ്ലസ് യൂസ് ചെയ്യുന്നത്? കൂട്ടാനല്ലേ, രണ്ട് നമ്പറിനെ കൂട്ടാനായിട്ടാണ്. നമുക്ക് പൈത്തണിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? പ്രിന്റ്. ഓക്കെ, പൈത്തണിലും അതുപോലെ തന്നെ നമുക്ക് എന്തായി രണ്ട് വേരിയബിൾസും തമ്മിൽ കൂട്ടാം. 10 + 20 ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഹിറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് എന്ത് കിട്ടി? 30 എന്ന് കിട്ടി. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ എ ഈസ് ഈക്വൽ ടു 10 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 20. നമുക്ക് എന്ത് ചെയ്താം? ഡയറക്ട്ലി എന്ത് ചെയ്യാം? എ പ്ലസ് ബി എന്ന് കൊടുത്താൽ മതി. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. ഇതാണ് ബേസിക് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ബേസിക് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിന്റെ പ്ലസ് ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് പ്ലസ് നമ്മൾ പഠിച്ചു. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഇനി അടുത്ത് ഓരോന്നോരോ നോക്കാം. പ്ലസ് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ തന്നെ നമുക്ക് മൈനസ് എന്താ നോക്കാം. ജസ്റ്റ് മൈനസ് ഇടുന്നു, ജസ്റ്റ് റൺ ചെയ്യുന്നു. നമുക്ക് കിട്ടി 10 - 20 = -10. ഓക്കെ, നമുക്ക് കിട്ടി. നമുക്ക് ഇവിടെ എന്തുണ്ട്? നമുക്ക് പഠിച്ചതെല്ലാം ഇവിടെ കമന്റ് ചെയ്ത് പോവാം. ഓക്കെ, നമുക്ക് പ്ലസ് കിട്ടി. ആൻഡ് അടുത്ത് നമുക്കുള്ളത് മൈനസ് പഠിച്ചു. അടുത്ത് ഇൻറ്റു. ഇൻറ്റു എന്താണ്? ഇൻറ്റു വളരെ ഈസിയാണ്. എന്താണ് ഇൻറ്റു എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻറ്റു യൂസ് ചെയ്യുന്നത്. 10 × 20. 10 × 20 എത്രയാ? 200 അല്ലേ? നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കാം. യെസ്, കിട്ടുന്നു. അടുത്ത ഓപ്പറേറ്റർ എന്ന് പറയുന്ന പേരാണ് ഡിവിഷൻ. നമുക്ക് 10/20. 10/20 = 1/2 അല്ലേ? 1/10 / 20. 0 പോയി കഴിഞ്ഞാൽ 1/2. യെസ്, 1/2 അല്ലെങ്കിൽ 0.5 എന്ന് കിട്ടി. ഇനി അടുത്തുള്ളതായിരിക്കും നമുക്ക് കുറച്ച് പ്രയാസമുള്ളത്, അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്തത്. ഈ മൂന്ന് സാധനങ്ങൾ എന്താ നോക്കാം. ഇതിനെ പറയുന്ന പേര്, നെക്സ്റ്റ് എന്ന് പറയുന്ന പേരാണ്, ഇതിനെ പറയുന്നത് ഫ്ലോർ ഡിവിഷൻ എന്ന് പറയുന്നത്. ഫ്ലോർ ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഒരു പോയിന്റ് ആണ് കിട്ടുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഡെസിമൽ പോയിന്റ് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? നെഗറ്റീവ് ഇൻഫിനിറ്റി. നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ നമ്പേഴ്സ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് എന്താവും? മൈനസ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിന്റെ സിമ്പിൾ കീബോർഡിൽ എവിടെയെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ഇവിടെ തൽക്കാലത്തേക്ക് മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയാം അല്ലേ? ഇവിടെ നമുക്ക് പ്ലസ് ഇൻഫിനിറ്റി ഉണ്ടാവും. ഇൻഫിനിറ്റി അല്ലേ? ഓ, ഇൻഫിനിറ്റി. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ ആയിരിക്കും മേ ബി നമുക്കൊരു 0 വരുന്നത് അല്ലേ? 0. ഇനി ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ 1 ഇടാം. ഇവിടെ നമുക്കൊരു 2 ഉണ്ടാകും. ഇവിടെ നമുക്കൊരു 3 ഉണ്ടാകും. ഇവിടെ നമുക്കൊരു 4 ഉണ്ടാകും. ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഇവിടെ മൈനസ് ഇട്ടാലും കാണില്ല അല്ലേ? ഓക്കെ, ഫോർ എക്സാമ്പിൾ -1. ഇവിടെ നമുക്ക് ഒരു -2. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും നമ്മൾ നമ്പേഴ്സ് അല്ലേ? റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ നമ്പേഴ്സ് വരാം. മോഡുലസ് അല്ലെങ്കിൽ ഫ്ലോർ ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിവൈഡ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന പോയിന്റിനെ നമ്മൾ എപ്പോഴും ഏത് വാല്യൂ എടുക്കുള്ളൂ? മൈനസ് ഇൻഫിനിറ്റിയുടെ ഡയറക്ഷനിലോട്ട് എടുക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ നമുക്ക് ഏതെങ്കിലും ഒരു നമ്പർ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? -2 പോയിന്റ്. ഫോർ എക്സാമ്പിൾ ഇവിടെ അല്ലേ -2.5 വരാം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ
ഓക്കെ, ഏറെക്കുറെ ഇവിടെ വരും. ഇവിടെ -3 ആണ്, ഇവിടെ -2 ആണ്. ഇവിടെ നമുക്ക് ഇങ്ങനെ വാല്യൂ കിട്ടുമെന്ന് വിചാരിക്കാം, -2.3 അല്ലെങ്കിൽ 5. അപ്പോൾ നമ്മൾ നമ്മുടെ അതിന്റെ വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് ഡയറക്ഷനിലെ ഇൻറ്റിജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾ നമ്പർ. സോ അതെന്താണ്? -3 ആണ്. സോ നമ്മൾ ഈ ഒരു നമ്പർ ആയിട്ട് എടുക്കുക. എപ്പോഴും നെഗറ്റീവ് ഇൻഫിനിറ്റിയുടെ നെഗറ്റീവ് ഇൻഫിനിറ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഹോൾ നമ്പർ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. സോ നമുക്ക് ഓരോന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമുക്ക് a is equal to 10, 2 is equal to 20. നമ്മൾ a ഡിവൈഡഡ് ബൈ b എന്ന് ചെയ്യാം, അല്ലെങ്കിൽ a ഫ്ലോർ ഡിവിഷൻ b. ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. നമുക്ക് എന്ത് കിട്ടി? 0 കിട്ടി. സോ അതെങ്ങനെ 0 കിട്ടിയത്? നമുക്ക് ആദ്യം a ഡിവൈഡഡ് b ചെയ്ത് നോക്കാം. സോ a ഡിവൈഡഡ് ബൈ b ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0.5. 0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്, എനിക്ക് തോന്നുന്നു മറ്റേ സംഭവം ഇടാം. ഓക്കെ, ഇത് നമുക്ക് തൽക്കാലത്തേക്ക് കമന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കത്തില്ല. ഓ സോറി, നമുക്ക് ഇവിടെ കമന്റ് ഇടാം. ഓക്കെ, ഇവിടെ നമുക്ക് കമന്റ് ഇടാം. ഓക്കെ, ഇനി നമുക്ക് ഈ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. സോ നമുക്ക് കിട്ടിയത് എന്താണ്? 0.5 ആണ്. 0.5ന്റെ എവിടെ വരുന്നത്? ഇവിടെയാണ് വരുന്നത് അല്ലേ? 0.5 ഇവിടെ വരുന്നത്. അപ്പം 0.5ന്റെ ഓട് ചേർന്ന് നിൽക്കുന്ന ഇൻറ്റിജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത്? നോക്കാം. അത് 0 ആണ്. കാരണം നെഗറ്റീവ് ഇവിടെയാണ് 0.5 വരിക. സോറി, ഇവിടെയാണ് 0.5 വരിക. സോ അതിനോട് നെഗറ്റീവ് അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റിയോട് ചേർന്ന വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. സോ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഒരു ഫോർ എക്സാമ്പിൾ നമുക്ക് 10 ഡിവൈഡഡ് ബൈ 3 നോക്കാം. ഓക്കെ, 10 ഡിവൈഡഡ് ബൈ 3. സോ നമുക്ക് എന്ത് കിട്ടി? അത് 3 ആവുന്നത്. അതായത് എന്തുകൊണ്ടാണ് 3 വന്നത്? നമുക്ക് ആദ്യം 10 മോഡുലസ് ഫ്ലോർ ഡിവിഷൻ സാധാരണ ഡിവൈഡഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരിക? 3.333. സോ അത് എവിടെ വരും? സോ അത് ഇവിടെ വരും അല്ലേ? 3.33. സോ അതിന്റെ നെഗറ്റീവ് ഇൻഫിനിറ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഇൻറ്റിജർ എന്ന് പറയുന്നത് 3 ആണ്. സോ നമുക്ക് കിട്ടുന്ന വാല്യൂ 3 ആണ്. സോ നമുക്ക് നോക്കാം. യെസ്, ദാറ്റ് ഈസ് 3. സോ അതാണ് എന്ത്? ഫ്ലോർ ഡിവിഷൻ എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നോക്കാം. ഇവിടെ നെഗറ്റീവ് ഉണ്ടെന്ന് വിചാരിക്കുക. സോ ഇനി റൺ ചെയ്ത് നോക്കാം. അത് നമുക്ക് ഡിവൈഡ് ബൈ നോക്കാം. ഓക്കെ, നമുക്ക് കിട്ടിയ വാല്യൂ എത്രയാണ്? -3.333. സോ അതെവിടെ വരിക? ഇവിടെ വരും അല്ലേ? -3 ഇവിടെ വരും. സോ നമ്മളിവിടെ മോഡുലസ് ആണ്, സോറി ഫ്ലോർ ഡിവിഷൻ ആണ്. നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? -4 ആയിരിക്കും. ഓക്കെ, കാരണം നെഗറ്റീവ് ഇൻഫിനിറ്റിനോട് ചേർന്നിരിക്കുന്ന നമ്പർ ഇവിടെ -4 ആണ്. ഓക്കെ, സോ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഇതാണ് എന്ത്? ഫ്ലോർ ഡിവിഷൻ. ഇനി നമുക്ക് ഒരു സംഭവം കൂടെ ഉണ്ട്. ഇനി മോഡുലസ്. സോ മോഡുലസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി പരിചയമുള്ളതാണ്. ഞാൻ ഇതൊന്ന് കളയാൻ പോവാണ്. സോ മോഡുലസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി പരിചയമുണ്ട്. മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു നമ്പറിനെ മറ്റൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈനിങ്സ് അല്ലെങ്കിൽ ശിഷ്ടത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോഡുലസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അവിടെയും നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ a ബൈ ബി. ഓക്കെ, ഇത് കളയാം. ഓക്കെ, റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? a ബൈ ബി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എത്ര കിട്ടുന്നത്? 3. സോ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് 10ൽ 3 എത്ര പൂർണ്ണമായിട്ട് പോകും? 3 തവണ പോകും അല്ലേ? പിന്നെ റിമൈനിങ്സ് നമുക്കൊരു 1 ഉണ്ടാവും. സോ ആ 1നെ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ മോഡുലസ് ഇട്ടാൽ മതി. സോ നമുക്ക് ഇത് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? 1. ഓക്കെ, ഇനി നമുക്ക് നമുക്ക് 7 നോക്കാം. 7. ഓക്കെ, 10/7 ഒരു തവണ പോകും. ബാക്കി എത്ര വരും? 3 വരും അല്ലേ? സോ ദാറ്റ് ഈസ് മോഡുലസ്. സോ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ് ഈസ് മോഡുലസ്. അപ്പോൾ നമുക്ക് അടുത്തുള്ള എക്സ്പൊണൻഷ്യൽ ആണ്. എക്സ്പൊണൻഷ്യൽ നമ്മളെല്ലാം യൂസ് ചെയ്യുന്നത് മാത്തമാറ്റിക്സിൻ്റെ അകത്ത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പവർ അല്ലേ, അല്ലെങ്കിൽ റേസ് ടു എന്നൊക്കെ പറയും. സോ നമുക്ക് പറയാം 2 raised to 3. എത്രയാണ് 2 raised to 3 എന്ന് വെച്ചാൽ 2 into 2 into 2 അല്ലേ? 2 into 2 is equal to 4. 4 into 2 is equal to 8. 1 second. ഓ സോറി. സോ നമുക്കിവിടെ പവർ ഇടാം. ഓക്കെ, 2. ഓക്കെ, നമുക്ക് കിട്ടുന്ന ഉത്തരം എത്ര ആയിരിക്കും? 8 ആയിരിക്കും. കാരണം 2 into 3 തവണ 2നെ മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടുന്ന നമ്പർ അതാണ് നമുക്ക് 8. സോ ദാറ്റ് ഈസ് എന്താണ്? എക്സ്പൊണൻഷ്യൽ. സോ ഇത്രയാണ് നമുക്ക് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് പഠിക്കാനുള്ളത്. സോ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? യൂസ് ഇറ്റ് ഫോർ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ. സോ മാത്തമാറ്റിക്കൽ ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നു. സോ അടുത്തൊരു ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ആണ്. അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ടു അസൈൻ വാല്യൂ ടു വേരിയബിൾ. സോ ഒരു വേരിയബിളിലോട്ട് വാല്യൂ അസൈൻ ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളിവിടെ അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ ഓൾറെഡി നമ്മൾ യൂസ് ചെയ്തു. a=2 എന്ന് പറഞ്ഞാൽ a എന്ന് പറയുന്ന വേരിയബിളിന്റെ അകത്തോട്ട് 2നെ നമ്മൾ അസൈൻ ചെയ്യുകയാണ്. സോ അതിന് പറയുന്ന
ഓപ്പറേറ്റർ എന്ന് പറയുന്ന പേരാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. സോ ഈക്വൽ ടു എന്ന് പറയുന്നത് എന്താണ്? ഒരു അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. സോ ഇതുപോലെ ഒരുപാട് ഓപ്പറേറ്റർ ഉണ്ട്. സോ ഈക്വൽ ടു ഉണ്ട്. അടുത്തത് പ്ലസ് ഈക്വൽ ടു. സോ ഇതൊരു പുതിയ ഓപ്പറേറ്റർ ആയിരിക്കാം. സോ നമുക്കത് എന്താ നോക്കാം. സോ നമുക്കിത് കളയാം. അതിന്റെ മുന്നേ നമുക്ക് അസൈൻമെന്റ് ഓപ്പറേറ്റർ ജസ്റ്റ് ഒന്ന് നമുക്ക് പഠിക്കാനായിട്ട് ജസ്റ്റ് കോപ്പി ചെയ്യാം. ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു. സോ നമ്മൾ ഓരോന്നോരോന്ന് പഠിച്ചതിന് ശേഷം നമ്മളത് അവിടെ ആഡ് ചെയ്യുന്നു. ഓക്കെ 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 നെക്സ്റ്റ്. സോ നമ്മൾ ആദ്യം പഠിച്ചത് എന്തായിരുന്നു? ഈക്വൽ ടു. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്ലസ് ഈക്വൽ ടു. സോ എന്താണ് ഈ പ്ലസ് ഈക്വൽ ടു നോക്കാം. നമുക്കിവിടെ ഹാഷ് ഇടാം. ഓക്കെ സോ എന്താണ് പ്ലസ് ഈക്വൽ ടു നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ ചെയ്ത് നോക്കാം. നമ്മൾ പറയാണ് എ ഇസ് ഈക്വൽ ടു 10. ഇതൊരു എന്താണ് ഈക്വൽ ടു എന്ന് പറയുന്നത് ഒരു അസൈൻമെന്റ് ഓപ്പറേറ്റർ തന്നെയാണ്. ഇനി മറ്റൊരു ഓപ്പറേറ്റർ നോക്കാം. എ പ്ലസ് ഈക്വൽ ടു 10. ഓക്കെ ഇതെന്താ നമുക്ക് അറിയത്തില്ല. നമുക്ക് ജസ്റ്റ് പ്രിന്റ് ചെയ്ത് നോക്കാം എന്താ വരുന്നത്. ഓക്കെ പ്രിന്റ് എന്താണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ വാല്യൂ കൊടുക്കാം. കട്ട് ചെയ്തിട്ട് നമുക്ക് വിട്ടിടാം. റൺ ചെയ്ത് നോക്കാം. സോ നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് വാട്ട് ഹാപ്പൻഡ്. ഓക്കെ 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 സോ ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് ജസ്റ്റ് ഇവിടെ ഇടാം. ഓക്കെ എന്നിട്ട് നമുക്ക് എയുടെ വാല്യൂ പ്രിന്റ് നോക്കാം. ഓക്കെ ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. സോ നമുക്ക് കിട്ടിയ വാല്യൂ എന്താണ്? 20. അതെങ്ങനെയാണ് 20 കിട്ടിയത് അല്ലേ? സോ നമ്മളിവിടെ ഒരു അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉണ്ട്, എ ഇസ് ഈക്വൽ ടു 10. ഇവിടെ നമ്മൾ എ ഈക്വൽ ടു എ പ്ലസ് ഈക്വൽ ടു 10. സോ ആക്ച്വലി ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ എ പ്ലസ് ഈക്വൽ ടു 10 എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്ക് എ ഈക്വൽ ടു എ പ്ലസ് 10 എന്നാണ്. സോ ഇപ്പൊ നോക്കാം എന്ത് സംഭവിച്ചു. എ എന്ന് പറഞ്ഞാൽ 10 ആണ്. എ ഇസ് ഈക്വൽ ടു എ നമ്മൾ പുതിയൊരു വേരിയബിളോട് പുതിയൊരു വാല്യൂ അസൈൻ ചെയ്തത് എന്താണ്? ഓൾറെഡി ഉള്ള എ അതിന്റെ വാല്യൂ 10 ആണ്. 10 പ്ലസ് ഒരു 10 കൂടെ. സോ എ ഇസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും? ഇവിടെ 10 പഴയ വാല്യൂ 10 കിട്ടും. സോ 10 പ്ലസ് 10 ഈസ് ഈക്വൽ ടു 20. ആ 20 ആണ് നമുക്ക് എവിടെ കിട്ടിയത്? ഇവിടെ താഴെ നമുക്ക് കിട്ടിയത്. ഓക്കെ സോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം സിംപ്ലി ഇങ്ങനെ ചിന്തിച്ചാൽ മതി. എ ഇസ് ഈക്വൽ ടു ഒരു പ്ലസ് ഈക്വലിന്റെ ഇപ്പുറത്ത് ഒരു പ്ലസ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇതേ വാല്യൂ തന്നെയാണ് അപ്പുറത്ത് ഒരു പ്രാവശ്യം റിപ്പീറ്റ് എഴുതണം എന്നർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എ ഇവിടെ നമുക്കൊരു പ്ലസ് കാണാം. ആ പ്ലസ് കിട്ടി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ എ തന്നെയാണ് അപ്പുറത്തുള്ള വാല്യൂ, ഫസ്റ്റ് വാല്യൂ. സോ അവിടെ നമ്മൾ എ ഇട്ടു. പ്ലസ് അതിനുശേഷം ഈക്വലിന്റെ അപ്പുറത്തുള്ള നമ്പർ. സോ എ ഇസ് ഈക്വൽ ടു എ പ്ലസ് 10. അതാണ് ഇങ്ങനെ പറഞ്ഞാൽ അർത്ഥം. അപ്പൊ നമുക്ക് എ മൈനസ് നോക്കാം. എ മൈനസ് ഈക്വൽ ടു 10. ഓക്കെ ഇത് നമുക്ക് കമന്റ് ചെയ്യാം. ഓക്കെ ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. നമുക്ക് കിട്ടിയ ഉത്തരം എന്തായിരിക്കും? 0. സോ ഇതെന്താ സംഭവിച്ചേ? അവിടെ സംഭവിച്ചത് എന്താണ്? നമുക്ക് കമന്റ് ചെയ്തിട്ട് നോക്കാം എന്താണ് സംഭവിച്ചത്. എ ഈക്വൽ ടു വീണ്ടും എ മൈനസ് 10. ഓക്കെ സോ നമ്മുടെ എയുടെ ആദ്യത്തെ വാല്യൂ 10 ആണല്ലേ. സോ എ ഇസ് ഈക്വൽ ടു എയുടെ വാല്യൂ ആദ്യത്തെ വാല്യൂ 10. 10 മൈനസ് 10 ഇസ് ഈക്വൽ ടു 0. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് എന്ത് കിട്ടിയത്? ഇവിടെ 10 കിട്ടിയത്. സോ ഇങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ എ പ്ലസ് ഈക്വൽ ടു അല്ലെങ്കിൽ എ മൈനസ് ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്താണോ എന്താണോ നമ്മുടെ ഈക്വൽ ടുവിന്റെ മുന്നേ ഉള്ള സിമ്പിൾ അത് മൈനസ് അല്ലേ, ആ മൈനസ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ചെയ്യണം. അതായത് വേരിയബിളിന്റെ ഫസ്റ്റ് വരുന്ന വേരിയബിളിൽ നിന്ന് ചെയ്യണം. എന്ന് വെച്ചാൽ എ ഈക്വൽ ടു എ മൈനസ് 10. സോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് വേറെ എക്സാമ്പിൾ നോക്കാം. നമുക്ക് ബി എന്ന് പറഞ്ഞ വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇത് കളയാം. വേറെ എക്സാമ്പിൾ നോക്കാം. ബി ഇസ് ഈക്വൽ ടു 10. സോ നമുക്ക് അടുത്ത വേരിയബിൾ നോക്കാം. എന്താണ്? ബി ഇൻറ്റു ഈക്വൽ ടു 10. ഇങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇംപ്ലൈസ്, ഇത് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ബി ഈക്വൽ ടു വീണ്ടും ബി ഒരു പ്രാവശ്യം ബി എഴുതുക, അതിനുശേഷം ഇൻറ്റു എന്താണ്? ഇൻറ്റു എന്താണ്? 10. സോ എന്ത് സംഭവിച്ചു? ബിയുടെ പഴയ വാല്യൂ 10 ആണ്. അപ്പോൾ നമുക്ക് ബിനെ റീപ്ലേസ് ചെയ്യാം 10 ഇൻറ്റു 10. സോ ബിയുടെ പുതിയ വാല്യൂ എന്ത് കിട്ടും? പുതിയ വാല്യൂ നമുക്ക് കിട്ടുന്നത് 100 ആയിരിക്കും. സോ നമ്മളിവിടെ ബി പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ എന്തായിരിക്കും? 100 ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. സോ നമ്മൾ പ്ലസ് ഈക്വൽ ടു പഠിച്ചു, അടുത്ത് നമ്മൾ പഠിച്ചത് മൈനസ് ഈക്വൽ ടു പഠിച്ചു, അതുപോലെ തന്നെ നമുക്ക് എന്ത് പഠിച്ചു? ഇൻറ്റു ഈക്വൽ ടു പഠിച്ചു. അതുപോലെ തന്നെ നമുക്ക് അതുപോലെ എന്ത് പറ്റും? ഡിവിഷൻ നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റും. ഡിവിഷൻ ഈക്വൽ ടു. സോ ഇതെല്ലാം വളരെ സിമ്പിൾ ആണ് എങ്ങനെ പഠിക്കുക. സോ നമ്മൾ ഇതിന്റെ ഒരു എക്സസൈസ് നോക്കാം. സോ ഇവിടെ തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? സോറി, ഓക്കെ, ഇപ്പൊ എന്താ സംഭവിച്ചത്? ബിയുടെ വാല്യൂ 10 ആണ്. സോ ബി ഡിവൈഡഡ് ബൈ ഈക്വൽ ടു 10 എന്ന് വെച്ചാൽ ബി ഈക്വൽ ടു ബി ഡിവൈഡഡ് ബൈ 10 എന്നാണ്. സോ ബിയുടെ പഴയ വാല്യൂ 10 ആണ്. സോ 10 ഡിവൈഡഡ് ബൈ 10 ഈസ് ഈക്വൽ ടു 1. സോ പുതിയ ബിയുടെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, സോ വളരെ ഈസിയാണ്. ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ. അതുപോലെ തന്നെ മോഡുലസ് 2 ഉണ്ട്. സോ അതും കൂടെ വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് മോഡുലസ് കൊടുത്താൽ എന്തായിരിക്കും സംഭവിക്കുക? ഓക്കെ, സോ എന്തായിരിക്കും സംഭവിക്കുക? ബി ഈക്വൽ ടു ബി മോഡുലസ് 10. സോ എന്ന് വെച്ചാൽ 10 ഡിവൈഡഡ് ബൈ 10. സോ 10 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ എന്താണ് റിമൈൻഡിങ് വരുന്നത്? അതായിരിക്കും ബിയുടെ വാല്യൂ. സോ നമുക്കറിയാം 10 ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുന്നത് 1 ആണ്, അല്ലേ? സോ അവിടെ എന്തുണ്ട്? നമുക്ക് റിമൈൻസിങ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് റിമൈനിങ് വരുന്നത് 0 ആണ്. സോ ഇവിടെ ബിയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. വെരി സിമ്പിൾ. ഓക്കെ, സോ നമുക്ക് അടുത്ത് വരുന്നത് മോഡുലസ് ഈക്വൽ ടു, ആൻഡ് നമുക്ക് ഒന്നും കൂടെ ഉണ്ട് ഇവിടെ, ഈക്വൽ ടു എക്സ്പൊണൻഷ്യൽ. അതുകൂടെ ഒന്ന് ട്രൈ ചെയ്താം. സോ ഇവിടെ നമുക്കൊരു എക്സ്പൊണൻഷ്യൽ ആണ് കൊടുത്തെങ്കിൽ സംഭവിക്കും. സോ ഇത് വെച്ച് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താ? ബി ഈക്വൽ ടു ബി എക്സ്പൊണൻഷ്യൽ 10. സോ ബിയുടെ വാല്യൂ ഓൾറെഡി എന്താണ്? 10 ആണ്. ഓക്കെ, സോ എന്തായിരിക്കും ഉത്തരം വരുന്നത്? 10 raised to 10, that is equal to എത്രയാണ്? This much of value. So this much of 1 2 3 4 5 6 7 8 9 10. ഓക്കെ, 1 പിന്നെ ഒരു 10 പൂജ്യം കൂടെ. സോ അതാണ് നമ്മൾക്ക് എന്ത് പറയുന്നത്? അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. സോ നമുക്ക് അടുത്ത ഓപ്പറേറ്ററിൽ പോകാം. അടുത്താണ് കമ്പാരിസൺ ഓപ്പറേറ്റർ. സോ കമ്പാരിസൺ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് രണ്ട് വാല്യൂവിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇതിൻ്റെ അകത്ത് നമുക്ക് കമ്പാരിസൺ ഓപ്പറേറ്റർ കോപ്പി ചെയ്യുന്നു, ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്യാം. സോ പഠിച്ച കാര്യങ്ങൾ ഇവിടെ തന്നെ നമുക്ക് ഇട്ടിട്ട് പോവാം. ഓക്കെ, സോ കമ്പാരിസൺ ഓപ്പറേറ്റർ. സോ കമ്പാരിസൺ ഓപ്പറേറ്റർ രണ്ട് വാല്യൂന് അതിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ള കമ്പാരിസൺ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഈക്വൽ ടു നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. സോ ഈക്വൽ ടു എന്ന് പറയുന്നത് എന്താണ്? രണ്ട് വാല്യൂകളെ തമ്മിൽ വാല്യൂ ഈക്വൽ ആണോ ചെക്ക് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈക്വൽ ടു. ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യുന്നു? പുതിയൊരു എക്സാമ്പിൾ എടുക്കാം. എ ഇസ് ഈക്വൽ ടു 10 എന്ന് എടുക്കുന്നു. ഓക്കെ, എ ഇസ് ഈക്വൽ ടു 10. അടുത്തത്, സോറി ഇതിന്റെ ഇൻഡന്റേഷൻ കറക്റ്റ് അല്ല. സോ നമ്മൾ എപ്പോഴും ആദ്യം മുതൽ എഴുതി തുടങ്ങണം. ഓക്കെ, എ ഇസ് ഈക്വൽ ടു 10. ഓക്കെ, ബി ഇസ് ഈക്വൽ ടു 20. ഓക്കെ, ബി ഇസ് ഈക്വൽ ടു 20. ഇനി നമ്മൾ പറയാണ്, ഓക്കെ, പ്രിന്റ് എ ഈക്വൽ ടു ബി. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കമ്പാരിസൺ ഓപ്പറേറ്റർ രണ്ട് പേരെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? ഒന്നുകിൽ ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണ്. സോ നമുക്ക് കിട്ടുന്ന വാല്യൂ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എപ്പോഴും ബൂളിയൻ ആയിരിക്കും. സോ എ ഈക്വൽ ടു ബി. സോ 10 20ന് തുല്യമാണോ അല്ലയോ? സോ ഇതിന്റെ ഉത്തരം എന്തായിരിക്കും? ആണെങ്കിൽ ആണ്, അല്ലെങ്കിൽ അല്ല. സോ ആണ് എന്നുള്ളതിന് നമ്മൾ ബൂളിയൻ ട്രൂ എന്നാ പറയാ, അല്ല എന്ന് പറയുന്നതിനെ ബൂളിയൻ ഫോൾസ് എന്നാ പറയുന്നത്. സോ നമുക്കിതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. നമുക്ക് കിട്ടിയ വാല്യൂ എന്താണ്? ഫോൾസ്. കാരണം എന്താ? 10ഉം 20ന്റെ വാല്യൂ ഈക്വൽ അല്ല. അപ്പൊ നമുക്ക് ഇവിടെ 20 കൊടുത്തിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? 20 ഈക്വൽ ടു 20 ആണോ? യെസ് ആണ്. സോ നമുക്ക് കിട്ടിയ ഉത്തരം എന്താണ്? ട്രൂ. സോ കമ്പാരിസൺ ഓപ്പറേറ്ററിൽ ആദ്യമുള്ളത് ഈക്വൽ ടു ആണ്. ഓക്കെ, ഈക്വൽ ടു. ഇനി നമുക്ക് അടുത്തത് പറയുന്നത് എന്താണ്? അടുത്ത കമ്പാരിസൺ നോട്ട് ഈക്വൽ ടു. ഓക്കെ, അടുത്തത് നോട്ട് ഈക്വൽ ടു ആണ്. എന്താണ് നോട്ട് ഈക്വൽ ടു? നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ 10 ആണ്, ഇവിടെ 20 ആണ്. അപ്പോൾ ഒരാൾ പറയുന്നു 10ന്റെ വാല്യൂ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു, അല്ലെങ്കിൽ എയുടെ വാല്യൂ നോട്ട് ഈക്വൽ ടു ബി.
അതായത് 10 നോട്ട് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ 10ഉം 20ഉം ഒരേ വാല്യൂ അല്ല. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് അല്ലേ? അപ്പോൾ ട്രൂ ആണ്. റൺ ചെയ്ത് നമുക്ക് കിട്ടും, എന്ത് കിട്ടും? നമുക്ക് ട്രൂ കിട്ടും. കാരണം എന്താ? 10 ഇതിന്റെ വാല്യൂ 20 ആണോ? 10ഉം 20ഉം വാല്യൂ സെയിം ആണോ? അല്ല. സോ ഇതിന് നമുക്ക് ഉത്തരം കിട്ടുന്നത് ട്രൂ ആണ്. സോ ഇനി നമുക്ക് ഇത് കളഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ നമുക്ക് ഇവിടെ 30 ഇടാം. 30 ഈ നോട്ട് ഈക്വൽ ടു 20 അതും എന്ത് തന്നെയാണ്? ട്രൂ തന്നെയാണ്. കാരണം എന്താ? കാരണം ഇത് രണ്ടും ഈക്വൽ അല്ല, അതാണ്. ഫോർ എക്സാമ്പിൾ ഇത് ഈക്വൽ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും ഉത്തരം കിട്ടുക? ഫോൾസ് കിട്ടും. കാരണം എന്താ? എയും ബിയും ഒരേ വാല്യൂ ആണ്. എന്നിട്ട് നമ്മൾ പറയുന്നു എയുടെയും ബിയുടെയും വാല്യൂ ഒന്നല്ല എന്നാണ് അതിനർത്ഥം. സോ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ബൂളിയൻ ഫോൾസ് ആയിരിക്കും. സോ ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു, അതുപോലെ തന്നെ പിന്നെ അടുത്ത ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. സോ അതുകൂടെ നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഉള്ളത് ലെസ് ദാൻ ഉണ്ട്, അതുപോലെ ഗ്രേറ്റർ ദാൻ ഉണ്ട്, അടുത്തത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതുപോലെ തന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. സോ ഇത്രയും നമുക്ക് പെട്ടെന്ന് നോക്കാം. സോ നമുക്ക് ഓരോന്നോരോന്ന് യൂസ് ചെയ്യാം. സോ നമ്മളിവിടെ എ ഇസിക്കൽ ടു 20, ബി ഇസിക്കൽ 20. ഞാനിവിടെ എന്ത് പറയുന്നു? എ ലെസ് ദാൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ വാല്യൂ ബിയുടെ വാല്യൂവിനേക്കാൾ ചെറുതാണ്. കറക്റ്റ് ആണോ? അല്ല. കാരണം എന്താ? ഇത് രണ്ടും 20 ആണ്. സോ രണ്ടും ഒരേ വാല്യൂ ആണ്. അപ്പോൾ ചെറുതല്ല. അപ്പോൾ ഇതിന് ഉത്തരം എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. ഓക്കെ, അതാണ് ലെസ് ദാൻ. ഇനി ഇവിടെ ഗ്രേറ്റർ ദാൻ ഇട്ടാലോ? എ ഗ്രേറ്റർ ദാൻ ബി, എ ബിയേക്കാൾ വലുതാണ്. അതും തെറ്റാണ്. രണ്ടും ഒരേ വാല്യൂ ആണല്ലോ. സോ നമുക്ക് അതും എന്ത് കിട്ടും? ഫോൾസ് കിട്ടും. ഇനി ഇവിടെ 30 ആയിരുന്നെങ്കിലോ എന്താ സംഭവിക്കുക? എ ബിയേക്കാൾ വലുതാണ് അല്ലേ? എ എന്ന് പറയുന്നത് 30 ആണ്, ബി 20 ആണ്. സോ 30 20നേക്കാൾ വലിയ സംഖ്യയാണെന്ന് അതിനർത്ഥം. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? ട്രൂ ആണ്. സോ ഇതാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇനി അടുത്തത് ഗ്രേറ്റർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. സോ ഇത് രണ്ടും 20 ആണെന്ന് വിചാരിക്കാം. ഇവിടെ നമ്മൾ പറയുന്നു ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇതിന്റെ ഉത്തരം എന്തായിരിക്കും സംഭവിക്കുക? ഇതിന്റെ ഉത്തരം പറയുന്നത്, സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? എ എന്ന് പറയുന്ന 20 എന്ന് പറയുന്ന വാല്യൂ 20നേക്കാട്ടിലും വലുതോ അതിൽ കൂടുതലോ ആയ സംഖ്യയാണ്. അത് കറക്റ്റ് ആണ്. അവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അല്ലെ? ഒന്നുകിൽ എയെക്കാട്ടിലും വലുതാണ് ബി, സോറി, ഒന്നുകിൽ ബിയെക്കാട്ടിലും വലുതാണ് എ. അത് ഒരു ഓപ്ഷൻ മാത്രമാണ്, ഒരു ചോയ്സ് മാത്രമാണ്. അല്ലെങ്കിൽ രണ്ടും ഈക്വൽ ആണ്. സോ അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ ശരിയായതുകൊണ്ട് ഇതിന്റെ ഉത്തരം ട്രൂ ആയിരിക്കും. കാരണം എന്താ? ഇവിടെ നമ്മൾ ഈക്വൽ ടു ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ഉറപ്പായിട്ട് നമുക്ക് ഫോൾസ് കിട്ടും. പക്ഷെ ഇവിടെ എന്തുകൂടെ ഉണ്ട്? ഒരു ഈക്വൽ ടു കൂടെ ഉണ്ട്. ഈക്വൽ ടു ഇട്ട് കഴിഞ്ഞാൽ എന്താ? ഒന്നുകിൽ വലുതായിരിക്കാം, അല്ലെങ്കിൽ എയും ബിയും തുല്യമായിരിക്കാം. സോ അവിടെ അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ അത് കാരണം കൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്? ട്രൂ കിട്ടുന്നത്. ഓക്കെ, സോ ഐ തിങ്ക് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, സോ അതാണ് ഇത്. സോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇനി തിരിച്ചാണെങ്കിലോ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇതും അതുപോലെ തന്നെ അല്ലേ? സോറി, ഐ തിങ്ക് നേരത്തെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആണ് ഇട്ടെന്ന് തോന്നുന്നു. ഓക്കെ, സോ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോക്കാം. ഓക്കെ, ഇവിടെ പറയുന്നു എ എന്ന് പറയുന്ന വാല്യൂ ബിനെക്കാട്ടിലും ചെറുതോ തുല്യമോ ആണ്. സോ എ എന്ന് പറയുന്ന വാല്യൂ 20 ഈ 20യെക്കാട്ടിലും ചെറുതോ അല്ലെങ്കിൽ തുല്യമോ ആണ്. സോ ഈ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ നോക്കൂ, അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഓക്കെ.